ഓക്കെ, വെൽക്കം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തിരുന്നു? സീറ്റിംഗ് അറേഞ്ച്മെന്റിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. എന്നിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആയിട്ട് തന്നിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? കുറെ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ക്വസ്റ്റ്യൻ ഒന്ന് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ തന്ന ഡേറ്റാസ് നോക്കാം. 6 പീപ്പിൾ ABCD, അവരുടെ പേര് തന്നിട്ടുണ്ട്. അവരെങ്ങനെ ഇരിക്കുന്ന സർക്കുലർ ടേബിൾ, എങ്ങോട്ടേക്ക് ഫേസ് ചെയ്ത് സെന്ററിലേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി സർക്കുലറിലായിരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? 6 ആൾക്കാരുണ്ട്. ആരൊക്കെയാ അവരുടെ പേര് തന്നിട്ടുണ്ട്. അപ്പൊ 6 ആളുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ 6 ആള് 1 2 3 4 5 6 ആൾക്കാരെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഫസ്റ്റ് പറയുന്നത് എന്താ? സി സിറ്റ്സ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് ഡി. സി ഇരിക്കുന്നത് എവിടെയാണ്? ഡിന്റെ സെക്കൻഡ് റൈറ്റ്. ഇവന് ഞാൻ ഡി എന്ന് പേര് കൊടുത്ത്. ഓക്കെ, അപ്പൊ ഇവന് ഡി എന്ന് പേര് കൊടുത്താല് ഡിയുടെ സെക്കൻഡ് റൈറ്റ് എടുക്കുന്ന നമ്മൾ എങ്ങനെയാ? ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പം ഫസ്റ്റ് റൈറ്റ് ഇത് വരും, സെക്കൻഡ് റൈറ്റ് ഇവിടെ വരും. അപ്പൊ നമുക്ക് മനസ്സിലായി സി എവിടെയായിരിക്കും? ഇവിടെയായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇവിടെ സി വരും. ഈ പൊസിഷനിൽ സി വന്നു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത എന്താ പറയുന്നത്? അടുത്ത ഡാറ്റ എന്താ പറഞ്ഞത്? എ ഈസ് ആൻ ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് സി. സിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് ആര്? എ. റൈറ്റിലാണോ ലെഫ്റ്റിലാണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നി സിന്റെ ഇവിടെയും വരാം, അല്ലെങ്കിൽ ഈ സൈഡിലും വരാം. ഓക്കെ, അപ്പൊ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടോണ്ട് നമ്മൾ രണ്ട് സൈഡിലും തുടക്കത്തിൽ എ എഴുതി. ഓക്കെ, അവിടെ ഫിക്സ് ആക്കി വെച്ച്. ഇനി നമുക്ക് അടുത്ത ഡാറ്റ വായിച്ചു നോക്കാം. ഓൺലി 2 പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് എ. എക്കും എഫിനും നടുവിലായിട്ട് എത്ര പേരെ വരൂ? എത്ര പേരാ വരുന്നത്? 2 പീപ്പിൾ ആണ് വരുന്നത്. ആർക്ക് ബിറ്റ്വീൻ ആയിട്ട്? എഫിനും എക്കും. അപ്പൊ 2 പേരുണ്ടാകും ആരുടെയൊക്കെ മിഡിലായിട്ട്? എക്കും എഫിനും മിഡിലായിട്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു പോർഷനിൽ എ എടുക്കുകയാണെങ്കിൽ ഇവിടെ എഫ് വരാൻ, ഈ ഡി നിൽക്കുന്ന സ്ഥലത്ത് എഫ് വരാൻ പോസിബിലിറ്റീസ് കുറവാ. അപ്പൊ നമുക്ക് മനസ്സിലായി എ എന്തായാലും ഇവിടെ വരില്ല. ഓക്കെ, പിന്നെ എവിടെ വരൂ? ഈ പൊസിഷനിൽ എന്ത് വരൂ? എ വരൂ. അപ്പൊ ഈ പൊസിഷനിൽ എ ഫിക്സ് ആയി. പക്ഷെ ഈ ഡാറ്റാസിൽ പറയുന്നത് എന്താണ്? 2 പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് എ. എഫിനും എക്കും മിഡിലായിട്ട് എത്ര പേര് വരുന്നുണ്ട്? 2 ആള് വരുന്നുണ്ട്. എക്ക് മിഡിലായിട്ട് ഒരാളെ കിട്ടി, രണ്ടാമത്തെ ആൾ ഇവിടെ വരും. അപ്പൊ ഇവിടെ ആരായിരിക്കും? എഫ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അങ്ങനെ ഈ പ്ലേസ് നമ്മൾ എന്ത് ചെയ്തു? ഫിക്സ് ആക്കി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ഡാറ്റ നമുക്ക് എടുക്കാം. ബി സിറ്റ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എഫ്. ബി എവിടെയാണ് വരുന്നത്? എഫിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റ്. എഫ് ഇവിടെയാണെന്ന് അറിയാം. എഫിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് വരുമ്പം ആന്റി ക്ലോക്ക് വൈസ് ഈ ഡയറക്ഷനിൽ എടുക്കും. അപ്പൊ ഇവിടെ ആരെയും കിട്ടി? ബി. ഇവിടെ വരുന്ന ആള് ബി. ഓക്കെ, അപ്പൊ നമുക്ക് ആരെയൊക്കെ കിട്ടി? എ കിട്ടി, സി എ കിട്ടി, ഡി എ കിട്ടി, ബി എ കിട്ടി, എഫ് കിട്ടി. ഇനി കിട്ടാനുള്ള ആളാരാ? ഇ. അവൻ ഇവിടെ ആയിരിക്കും വരുന്നത്. വേറൊരു പ്ലേസിലും പോയി ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ചോദിച്ച ചോദ്യമാണ് നമ്മുടെ ഹൈലൈറ്റ് ചോദ്യം അല്ലേ? എന്താ ചോദ്യം? ഹൂ സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ഇ. ഇന്റെ തേർഡ് ലെഫ്റ്റ് എടുക്കുന്ന നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇതാണ് ലെഫ്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ ഇ ആണ്. ഇവിടെ തേർഡ് ലെഫ്റ്റ് വരുമ്പം ഫസ്റ്റ് ലെഫ്റ്റ് ഇവൻ സി, സെക്കൻഡ് ലെഫ്റ്റ് എ, തേർഡ് ലെഫ്റ്റ് ഡി. സോ നമുക്ക് ആൻസർ എന്താ പറയാം? ഇവിടുത്തെ ആൻസർ എന്താ? ആൻസർ ഡി ആണ്. ഓക്കെ, ആൻസർ ആരാണ്? പറഞ്ഞോ. ഡി ആണ്. സിമ്പിൾ അല്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ. എല്ലാ എക്സാമിനും മാറി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ പ്രൊഫഷണൽ എക്സാമിനും ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ 3-4 ക്വസ്റ്റ്യൻ അതിന്റെ സബ് ആയിട്ട് ചോദിക്കാം. ഈ ഒരു അറേഞ്ച്മെന്റ് കറക്റ്റ് കിട്ടാത്ത ആൾക്ക് എന്ത് ചെയ്യും? മാർക്ക് മൈനസ് ആകുകയും ചെയ്യും. അപ്പം എന്താവും? ഇത് ശ്രദ്ധിച്ച് നമ്മൾ നോക്കി ഇത് കിട്ടുവാണെങ്കിൽ നമുക്ക് ആ മാർക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. പിന്നെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ എന്തും ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ.